ഏറ്റവും അവസാനം ചൈന തുറന്നു സമ്മതിച്ചിരിക്കുകയാണ്, ഇന്ത്യയുടെ ബ്രഹ്മോസിന് മുന്നിൽ തുല്യമായി ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. പാകിസ്ഥാന് നൽകിയ പല ഈ സിസ്റ്റങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ബ്രഹ്മോസിന് തടുക്കാൻ കഴിയുന്നില്ലെന്ന് ചൈനയ്ക്ക് തുറന്നു പറയേണ്ടി വന്നിരിക്കുകയാണ്. അല്ല, ഇന്ത്യ നേരത്തെ തന്നെ തെളിയിച്ചു കഴിഞ്ഞല്ലോ. കാര്യം നിലംപരിശായി പോയില്ലേ അവരുടെ സന്നാഹങ്ങൾ. വലിയ പ്രതീക്ഷയോടുകൂടി പാകിസ്ഥാന് നൽകിയ സന്നാഹങ്ങൾ മുഴുവൻ നിലംപരിശായി. ബ്രഹ്മനും തടുക്കുക എന്നും പറഞ്ഞൊരു ചൊല്ലുണ്ട് നമുക്ക് ഇന്ത്യക്കാർക്ക് സുപരിചിതമായിട്ട്. എന്ന് പറയുന്ന പോലെ ബ്രഹ്മോസിനെ തടുക്കാൻ ഒരുത്തനും വളർന്നിട്ടില്ല എന്നുള്ളത് തന്നെ ആ ഒരു അഹങ്കാരത്തോടു കൂടിയും വെല്ലുവിളിയോടും കൂടി തന്നെയാണ് ഈ മിസൈല്, ബ്രഹ്മോസ് മിസൈൽ നമ്മൾ അങ്ങോട്ട് അയച്ചത്. ഇതിൻ്റെ പിന്നിലെ ചൈനയ്ക്ക് ഉണ്ടാകാവുന്ന വലിയൊരു നാണക്കേടെന്ന് പറയുന്നത് ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയും സംയുക്തമായിട്ടാണ് എന്നുള്ളതാണ്. അതായത് ഇന്ത്യയും ചൈനയും അല്ല, ഇന്ത്യയും റഷ്യയിൽ നിന്ന്. അപ്പോൾ റഷ്യയുമായിട്ട് മത്സരിച്ചാണ് ഇവർ S-100 അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നത്. അത് മുഴുവൻ തകർത്തുകൊണ്ടാണ് ബ്രഹ്മോസ് പോയിട്ട് അവരുടെ ആണവായുധ പുര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അപ്രതിഹതമായിട്ടുള്ള പ്രഹരം ഏൽപ്പിച്ചിട്ടുള്ളത്. അത് ഒരിക്കലും മറയ്ക്കാനും മായ്ക്കാനും പറ്റാത്ത മുറിപാടായിട്ട് പാകിസ്ഥാൻ്റെ നെഞ്ചിൽ കിടപ്പുണ്ട്. അത് അവർക്ക് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ തടുക്കാൻ, ആ ബ്രഹ്മോസിൻ്റെ ആ ഗാംഭീര്യത്തെയും അതിൻ്റെ വിജൃംഭിതമായിട്ടുള്ള വീര്യത്തെയും തടുക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്നുള്ള ഒരു സത്യം ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ് ചൈനയും. നിഷ്പ്രഭമായിരിക്കുകയാണ്. ഇതിൻ്റെ വലിയൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പരിശോധിക്കണം ആദ്യം. ഈ ഇമ്പാക്റ്റിൻ്റെ ഫലമായിട്ട് ഈ ചൈനയുടെ ഈ ആയുധം ഇനി ആരും വാങ്ങിക്കില്ല. ഈ ആയുധം ആരും വാങ്ങിക്കുകയില്ലെന്ന് മാത്രമല്ല, അത് ഇൻസ്റ്റാൾ ചെയ്യുകയില്ല, ആ രാജ്യങ്ങളിൽ കമ്മീഷൻ ചെയ്യുകയില്ല. കാരണം ഫലമില്ലാത്ത സാധനങ്ങൾ എന്തിനാ വാങ്ങിച്ചു കൂട്ടിയിട്ട് എന്താ പ്രയോജനമെന്നുള്ളത് വരും. അവർക്ക് അങ്ങനെ ഒരു ചിന്ത വരും. കാരണം കോടിക്കണക്കിന് രൂപ ചിലവാക്കേണ്ട ഒരു കാര്യമാണ്. പാകിസ്ഥാൻ തന്നെ കോടാനുകോടി രൂപ മുടക്കിയാണ് ഇത് സ്ഥാപിച്ചു വെച്ചിരുന്നത്. ഇന്ത്യയുടെ ബ്രഹ്മോസ് ഇങ്ങോട്ട് വരുമ്പോൾ ഈസി ആയിട്ട് അങ്ങ് കളിപ്പാട്ടം പോലെ തകർക്കാമെന്നുള്ളൊരു വിചാരത്തിൽ തകർത്തില്ലെന്ന് മാത്രമല്ല, അതിനെ തകർത്തുകൊണ്ടാണ് ബ്രഹ്മോസ് മുന്നേറിയിട്ട് പാകിസ്ഥാനിലെ സുപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അവരുടെ പ്രഹരശേഷി ഇല്ലാതാക്കിയത്. അതാണ് ബ്രഹ്മോസിൻ്റെ ഒരു പ്രഹരശേഷി. ബ്രഹ്മോസ് മാത്രമല്ല, അതിനോടൊപ്പം ഇന്ത്യ മാത്രമായിട്ട് വികസിപ്പിച്ച, തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച, ആത്മനിർഭർ ഭാരതിൽ വികസിപ്പിച്ച ആകാശ് മിസൈലുകൾ, അതുകൂടെ ചേർന്നാണ് ഈ സംഹാര താണ്ഡവം അവിടെ നടത്തി ചൈനയെ ഒരു പാഠം പഠിപ്പിച്ചതും. അതിൽ നിന്നാണിപ്പോൾ ചൈനയെ മാത്രമല്ല പാകിസ്ഥാനും ആ പാഠം ഉൾക്കൊണ്ടിരിക്കുന്നു. ഇനി ചൈന തരുന്ന സാധനങ്ങൾ കൊണ്ടുപോലും ഇന്ത്യക്കൊരു പ്രതിരോധം സൃഷ്ടിക്കുവാൻ തങ്ങൾക്ക് സാധ്യമല്ല. തുടക്കം ചൈനയും പാകിസ്ഥാനെല്ലാം വലിയ ആഘോഷത്തിലായിരുന്നു. ഞങ്ങൾ റഫേൽ തകർത്തു, ഇന്ത്യയെ തകർത്തു എന്ന് പറയുമ്പോൾ ഈ അവസാന ഘട്ടത്തിൽ കാര്യത്തോട് അടുക്കുമ്പോൾ പറയുകയാണ് നല്ല അടി വാങ്ങി കൂട്ടിയിട്ടുണ്ടെന്നല്ലേ. അത് ഈ മാപ്പിള ലഹളകാലത്തെ അനുഭവം പോലാണ്. വാരിക്കുന്നനും കൂട്ടരുമൊക്കെ ഒരു വയലിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ബ്രിട്ടീഷ് പട്ടാളം ഇങ്ങനെ വയൽക്കരയിൽ കൂടി വരമ്പുകളിലൂടെ ബ്രിട്ടീഷ് പട്ടാളം ഇങ്ങനെ അവിടുത്തെ ഈ കലഹങ്ങളും അതുപോലെ തന്നെ രക്തരൂഷിതമായിട്ടുള്ള പ്രശ്നങ്ങളും വർഗീയവും വംശീയവുമായിട്ടുള്ള ഉന്മൂലനവും കണ്ടിട്ട്, വംശഹത്യ കണ്ടിട്ട് ഇടപെടാതിരിക്കാൻ പറ്റത്തില്ല. ഒരു ജനാധിപത്യ സർക്കാരാണല്ലോ അവർ ഭരിക്കുന്നത്, ഇന്ത്യയിൽ കൊളോണിയലിസം ആണെങ്കിലും. അപ്പോൾ അത് ഞെട്ടിപ്പോയി, അവരുടെ ബ്രിട്ടീഷ് മനസാക്ഷി തന്നെ ഞെട്ടിപ്പോയി. അവർ പട്ടാള മാർച്ചായിട്ട് വന്നപ്പോൾ വാരിക്കുന്നതിനോട് ചോദിച്ചു, അവരുടെ ഈ തോക്കൊക്കെ ഉണ്ടല്ലോ, കാഫിറിൻ്റെ തോക്ക് നമ്മുടെ ദേഹത്തേക്ക്, ലൈൻ്റെ ഉണ്ട് നമ്മുടെ ദേഹത്ത് കൊള്ളില്ല എന്നാണ് വാരിക്കുന്നൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു അനുയായികൾക്ക്. അവരത് വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ വാരിക്കുന്തവും മറ്റു കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നേരിടാൻ തയ്യാറായില്ല. പുന്നപ്ര വേലാറിലെ പോലെ തന്നെ ഒരു അന്ധവിശ്വാസം അത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നാണ്. അപ്പോഴാണ് തുരുതുര വെടി വരുന്നത്. തുരുതുര വെടി വന്ന് ഓരോന്നായിട്ട് പിടഞ്ഞ് വീണപ്പോൾ പിന്നെ ചോദ്യം ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല വാരിക്കുന്നതിനും ഉണ്ടായില്ല. അതാണ് സംഭവം. അപ്പോൾ അങ്ങനെയാണ് ബാക്കിയുള്ളവരെ പിടിച്ചുകൊണ്ട് വാഗണിൽ കൊണ്ടുപോയത്. അത് മറ്റൊരു ക്രൂരമായിട്ടുള്ള പ്രവൃത്തിയായിരുന്നുവെങ്കിലും ക്രൂരതയ്ക്ക് ക്രൂരത കൊണ്ടുള്ളൊരു മറുപടി. പക്ഷേ ജനാധിപത്യ രാജ്യങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. ക്രൂരതയെ നമ്മൾ നേടുന്നത് ജനാധിപത്യ മര്യാദകൾ കൊണ്ട് തന്നെയാണ്. ഇന്ത്യയും അങ്ങനെ തന്നെയാണ് ഈ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് സഹിക്കാൻ ഭേദം വന്നപ്പോഴാണ്. അത്യാവശ്യത്തിന് നമ്മുടെ പഹൽഗാമിലെ ഉല്ലാസയാത്രക്കാരെ കൊന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വേണ്ട പ്രിസിഷനോടുകൂടി ഇത് ഒരിക്കലും യുദ്ധമായിട്ട് പടരാത്ത രീതിയിൽ ഒരാണവ സംഘടനത്തിലേക്ക് പോകാത്ത രീതി, അത് ശശി തരൂർ പറഞ്ഞു വാഷിങ്ടണിൽ, വി നെവർ ഡിഡ് എ തിങ് ദാറ്റ് വുഡ് എസ്കലേറ്റ് എ ന്യൂക്ലിയർ വാർഫെയർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ആ അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള ഇംഗ്ലീഷിൽ. അങ്ങനെ ചെയ്ത് അക്കരുതൽ കൂട്ടി പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം ഒഴിവാക്കി
ആണവയുദ്ധം ഒഴിവാക്കി എല്ലാ കരുതലും എടുത്ത് അവർക്കൊരു നഷ്ടവും സംഭവിക്കാതെ ഭീകരന്മാർ മാത്രം വാഴുന്ന സ്ഥലങ്ങളിൽ ഒരു സിവിലിയനെ പോലും കൊല്ലാതെ കൊണ്ട് നമ്മൾ അത് കൃത്യമായിട്ട് നിർവഹിക്കാനാണ് ശേഷി വേണ്ടത്. ആരെയും ഇങ്ങനെ വഴി കാണുന്നവനെ എല്ലാം കൊല്ലാം. ഭീകരവാദികളുടെ കഴിവ് മതി, ആർക്ക് വേണമെങ്കിലും അത് കൊല്ലാം. വഴി കാണുന്നവനെയൊക്കെ വെടിവെച്ച് കൊല്ലാം. അതിനാണല്ലോ ഭീകരവാദം എന്ന് പറയുന്നത്. അതിന് വലിയ കഴിവ് വേണ്ട. പക്ഷേ ഒരാൾക്ക് പരിക്കേൽക്കാതെ, ഒരു സിവിലിയന് പരിക്കേൽക്കാതെ ഉന്നം വെച്ച് ശത്രുവിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന പ്രിസിഷൻ, അതിന് കാലിബ്രേറ്റഡ് ആക്ഷൻ വേണം. ആ കാലിബ്രേറ്റഡ് ആക്ഷനാണ് പാകിസ്ഥാൻ്റെ മണ്ണിൽ ഇന്ത്യ നടത്തിയ ഐതിഹാസികമായ പോരാട്ടം. ഇന്ത്യ നടത്തിയ യുദ്ധങ്ങളിലൊന്നും ഇതുപോലൊരു പ്രിസിഷൻ ഉണ്ടായിട്ടില്ല. അതാണ് ഈ യുദ്ധത്തിൻ്റെ വിജയം. തന്ത്രപരമായിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നിരപരാധിയായിട്ടുള്ള ഒരുത്തനെ പോലും കൊല്ലാതെ കൊണ്ട് കുറ്റവാളികളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ ശിക്ഷാ നിയമവും അതുതന്നെയാണല്ലോ. 1000 അപരാധികൾ രക്ഷപ്പെട്ടു പോയാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാത്ത രീതിയിലാണ് ഇത് നടത്തിയത്. അവരോട് പറഞ്ഞു, മര്യാദയ്ക്ക് നിങ്ങൾ മാറിക്കൂ. അതിനാണ് രാഹുൽ ഗാന്ധി ഘോഷിച്ച് നടക്കുന്നത്. നിങ്ങൾ എന്തിനാ അവരോട് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിയതെന്നും പറഞ്ഞ്. ഈ മണ്ടത്തരത്തിനും അതുപോലെ തന്നെ ഈ വിവരമില്ലായ്മയ്ക്കും നമുക്ക് മറുപടികളില്ല. വളരെ വ്യക്തമായിട്ടിപ്പോൾ പാകിസ്ഥാനും ചൈനയും സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഇതും രാഹുൽ ഗാന്ധിയെ തൃപ്തിപ്പെടുത്തുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം ഇനിയും അത് തുടക്കം തന്നെ വന്നിരുന്നല്ലോ. ഈ പ്രതിരോധ ഓഹരിയുമായി ബന്ധപ്പെട്ട് ചൈനീസ് ഉൽപ്പന്നങ്ങൾ തകർന്നിടിയുമ്പോൾ ഇന്ത്യ വലിയ രീതിയിൽ കയറ്റുമതിയിൽ വർദ്ധിക്കുന്നു, ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് ആവശ്യക്കാർ ഏറുന്നു. അതെല്ലാം ഇതിൻ്റെ ഒരു തുടക്കമായിരുന്നല്ലേ? അതെ, അത് അദ്ദേഹം ഒരു നെഗറ്റിവിറ്റിയുടെ ആശാനായിട്ട് മാറിക്കഴിഞ്ഞു. നിഷേധാത്മകമായിട്ട് മാത്രം സംസാരിക്കാൻ അറിയാവുന്ന ഒരു നേതാവായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം അദ്ദേഹം റിയാലിറ്റിയുമായിട്ട് പൊരുത്തപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള പരാജയം അദ്ദേഹത്തെ വല്ലാതെ മാനസിക നില തെറ്റിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സംശയങ്ങളുമായിട്ട് നടക്കുന്ന ഒരു സമനില തെറ്റിയ മനുഷ്യനെ പോലെ അദ്ദേഹം ഇപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചില കഥാനായകന്മാരുണ്ടല്ലോ, ആ കഥാനായകന്മാരെ പോലെ ഏകദേശം ആയിത്തീർന്ന ഒരു വിധാനത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. പറയുന്നത് മനസ്സിലാവുകയില്ല, ഇതും മനസ്സിലാവുകയില്ല. അദ്ദേഹം യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാവായ തരൂർ തന്നെയാണ് പറഞ്ഞത്, പാകിസ്ഥാനും ഇന്ത്യക്കുമിടയിൽ ഒരു മധ്യസ്ഥനും ഉണ്ടായിട്ടില്ല എന്ന്. വാഷിങ്ടണിൽ അവരുടെ ആസ്ഥാനത്ത് എന്നാണ് പറഞ്ഞത്. പത്രക്കാരുടെ മുമ്പിൽ വാഷിങ്ടൺ ക്ലബിലെ പ്രസിദ്ധരായിട്ടുള്ള ഏത് കൗശല ചോദ്യങ്ങളും ഉന്നയിക്കാൻ കഴിവുള്ള പത്രപ്രവർത്തകരുടെ മുമ്പിൽ അത് സ്ഥാപിച്ച ശേഷമാണ് ശശി തരൂർ ഇന്ത്യയിലേക്ക് മടങ്ങുന്നത്. അപ്പോഴും ഇദ്ദേഹം ഇവിടെ ഇരുന്നുകൊണ്ട് പാകിസ്ഥാനെ എന്തിനാണ് തലക്കാരിനാക്കിയേ എന്നുള്ള മന്ദബുദ്ധികളുടെ ചോദ്യം ചോദിക്കുമ്പോൾ കോൺഗ്രസ് ലജ്ജിച്ച് വാസ്തവത്തിൽ തല താഴ്ത്തും. ഇപ്പോൾ തുടക്കത്തിൽ നമുക്കറിയാം, വിമാനങ്ങളുടെ കണക്ക് ചോദിച്ചാണ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത്. ഇനി ഇപ്പോൾ ചൈന തുറന്നു സമ്മതിച്ചതിനെ അദ്ദേഹം എങ്ങനെയായിരിക്കും സ്വീകരിക്കില്ല. അതൊന്നും അദ്ദേഹം സ്വീകരിക്കില്ല. അദ്ദേഹത്തിന് നെഗറ്റിവിറ്റി മാത്രം മതി. മോദിക്കെതിരായിട്ടുള്ള കുറേ നിഷേധാത്മകമായിട്ടുള്ള സത്യങ്ങൾ എവിടെ എന്ന് പരതി നടക്കുന്ന ഒരു ആക്രി കച്ചവടക്കാരനെ പോലെ പരതി നടക്കുകയാണ് നെഗറ്റിവിറ്റികൾക്ക് വേണ്ടി. ദോഷൈക ദൃക്ക് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ആ ഒരു വാക്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സാരാംശങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.